മദ്യ ഇറക്കുമതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 6. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1984 ഫെബ്രുവരി 23. നിലവിൽ കേരളത്തിലെ എക്സൈസ് മന്ത്രി ആരാണ്? MP രാജേഷ്. അനധികൃതമായി മദ്യം കടത്തിക്കൊണ്ടുപോകുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള അബ്കാരി നിയമ വകുപ്പ് ഏത്? 9-ാം വകുപ്പ്. കഞ്ചാവിന് നിർവചനം നൽകിയിട്ടുള്ള NDPS നിയമ വകുപ്പ് സെക്ഷൻ 2B. അനധികൃതമായി കഞ്ചാവ് ചെടി വളർത്തിയാൽ NDPS നിയമപ്രകാരം ശിക്ഷ എന്താണ്? 10 വർഷം വരെ നീളുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. കഞ്ചാവ് ചെടി വളർത്തുന്നത് തടയുന്നത് NDPS നിയമത്തിലെ ഏത് അധ്യായ പ്രകാരമാണ്? അധ്യായം 3. നിയമപ്രകാരം അനുവദീയമായതിൽ കൂടുതൽ മദ്യം കൈവശം സൂക്ഷിച്ചിരിക്കുന്നത് തടയുന്ന അബ്കാരി നിയമ വകുപ്പ് സെക്ഷൻ 13. ഭരണഘടനയുടെ ഏതു അനുച്ഛേദമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിയമത്തിനായി നടപടിയെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്? ആർട്ടിക്കിൾ 47. ഒരു വ്യക്തിയെ മയക്കുമരുന്നു കേസുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താനുള്ള സാഹചര്യം വിശദീകരിക്കുന്ന NDPS നിയമ വകുപ്പ് സെക്ഷൻ 50. ലഹരി വസ്തുക്കൾ നിയമവിധേയമല്ലാതെ കടത്തിക്കൊണ്ടുപോകുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന NDPS നിയമ വകുപ്പ് സെക്ഷൻ 27. NDPS നിയമം നിലവിൽ വന്നത് എപ്പോൾ? 1985 നവംബർ 14. NDPS നിയമത്തിലെ 19-ാം വകുപ്പ് ഏത് ലഹരി വസ്തു അനുവദീയമായതിലും കൂടുതൽ കൃഷി ചെയ്യാനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു? കറുപ്പ്. പൊതുസ്ഥലങ്ങളിൽ മദ്യം ഉപയോഗം നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 15C. അബ്കാരി നിയമത്തിലെ 15A വകുപ്പ് എത്ര വയസ്സിന് താഴെയുള്ളവർക്കാണ് മദ്യ ഉപയോഗത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്? 23. അബ്കാരി നിയമത്തിലെ 15-ാം വകുപ്പ് പ്രകാരം ഏതുതരം മദ്യത്തെ ആണ് ഒഴിവാക്കാൻ പറ്റുന്നത്? കള്ള്. മദ്യം കൊണ്ടുപോകുന്നതിനുള്ള അനുമതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന അബ്കാരി നിയമ വകുപ്പ് സെക്ഷൻ 11. മദ്യ ലൈസൻസിൻ്റെ നിബന്ധനകൾ വിശദീകരിക്കുന്ന അബ്കാരി നിയമ വകുപ്പ് സെക്ഷൻ 24. ഇന്ത്യയിൽ നിന്നും നിയമവിധേയമല്ലാതെ ലഹരി വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള NDPS നിയമ വകുപ്പ് ഏത്? സെക്ഷൻ 23. NDPS നിയമത്തിൽ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്ത കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 32. NDPS നിയമമനുസരിച്ച് കമ്പനികൾ കുറ്റം ചെയ്താൽ ഏതു വകുപ്പ് പ്രകാരമാണ് നടപടിയെടുക്കുന്നത്? സെക്ഷൻ 38. അബ്കാരി നിയമത്തിൽ നിലവിലുള്ള വകുപ്പുകളുടെ എണ്ണം 108. മദ്യനിർമ്മാണം, ഗതാഗതം, കൈവശം വയ്ക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നിയമനിർമ്മാണത്തിന് വിധേയമാണെന്ന് വിശദീകരിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ 7. അബ്കാരി നിയമത്തിലെ ഏതു വകുപ്പ് പ്രകാരമാണ് ഗവൺമെൻറ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാവുന്ന മദ്യത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത്? സെക്ഷൻ 10. അബ്കാരി നിയമ വകുപ്പ് 15 പ്രകാരം എന്തിനാണ് നിരോധനം ഉള്ളത്? മദ്യവിൽപ്പന. NDPS നിയമത്തിലെ 20-ാം വകുപ്പ് പ്രകാരം മയക്കുമരുന്ന് ചെടി നിയമവിധേയം അല്ലാതെ വിൽക്കുന്നതോ വാങ്ങുന്നതോ വാണിജ്യ ആവശ്യത്തിനുള്ള അളവിലാണെങ്കിൽ പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? 20 വർഷം വരെ. NDPS നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായി സ്ഥലസൗകര്യം ഒരുക്കിക്കൊടുക്കുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് സെക്ഷൻ 25. NDPS നിയമത്തിലെ 30-ാം വകുപ്പ് ഏത് കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്നു? ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്ന NDPS നിയമ വകുപ്പ് സെക്ഷൻ 36. NDPS നിയമത്തിലെ ഏതു വകുപ്പ് പ്രകാരമാണ് ചുമതലപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനും പൊതുസ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകിയിട്ടുള്ളത്? സെക്ഷൻ 43.